എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ലൂഫിയുടെ ഹക്കി പവറൊക്കെ കണ്ട് വരണ്ടിരിക്കുകയാണ്. അപ്പ പ്രിൻസസ് അവള് നിലവിളിച്ച് പറയും, ആരും അവനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, അവൻ ചെറിയൊരു പയ്യനാണ്. നമ്മൾ വിചാരിച്ചാൽ സിമ്പിളായിട്ട് അവനെ തല്ലിക്കൊല്ലാൻ പറ്റും. അത് കേൾക്കുമ്പോൾ വീണ്ടും ആ ജനങ്ങൾക്ക് അവർക്കും ഇപ്പൊ കോൺഫിഡൻസ് ആവും. അവർ വീണ്ടും ഇപ്പൊ വിളിച്ചു പറയും, അവനെ കൊല്ല്, അവനെ വെറുതെ വിടാൻ പാടില്ല. ഇവിടെ പ്രിൻസസിന്റെ ഏക ആശ്വാസം ലൂഫി ഒരു ചെറിയ പയ്യനാണ്, മാത്രമല്ല ആ ഹാക്കി പവറിനെ കുറിച്ച് അവന് കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ലൂഫിയെ തകർക്കാൻ കഴിയും. ഉറപ്പായിട്ടും അവനെ കൊണ്ട് ആ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഉടനെ രണ്ട് സിസ്റ്റേഴ്സ് അവരും ഇപ്പൊ ലൂഫിക്ക് നേരെ റെഡി ആയിട്ട് നിൽക്കും. ഉടനെ ലൂഫി എന്തൊക്കെയോ കാര്യമായിട്ട് ആലോചിച്ച് അവരോട് പറയും, ഫൈറ്റ് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് ഫൈറ്റിന് മുൻപ് നിങ്ങൾ ശിലയാക്കി മാറ്റിയ ആ 3 പേരെ അവരെ സേഫായി ഒരു ഭാഗത്തേക്ക് മാറ്റണം. ഉടനെ അതിൽ ഒരു സിസ്റ്റർ ഇപ്പൊ ലൂഫിയെയും ആ ശിലയെയും ആഞ്ഞടിക്കാൻ ശ്രമിക്കും. ലൂഫി ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ ശില തള്ളി മാറ്റി അതിനെ സേവ് ചെയ്യാണ്. ആ പ്രിൻസസ് പറയും, കുഴപ്പമില്ല, അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അവന് സേഫ് ആണെന്ന് തോന്നുന്ന ഭാഗത്തേക്ക് ആ ശില മാറ്റട്ടെ, അതിനുശേഷം അവൻ സമാധാനമായിട്ട് ഫൈറ്റ് ചെയ്ത് മരിക്കട്ടെ. അത് കേട്ട് ലൂഫി ചിരിക്കും. അവൻ വീണ്ടും ആ ഒരു ശില അത് ദൂരേക്ക് തള്ളി മാറ്റി ആ പ്രിൻസസിനെയും അവളുടെ സിസ്റ്റേഴ്സിനെയും മാത്രം നോക്കി നിൽക്കും. ലൂഫി നൈസായിട്ട് ടേൺ ചെയ്ത് ആ ശിലകളോട് പറയും, ഞാൻ ആദ്യം ഇവരുടെ കഥ കഴിക്കട്ടെ, അതിനുശേഷം നിങ്ങളെ ഞാൻ ഉറപ്പായിട്ട് സേവ് ചെയ്യുന്നു പറഞ്ഞ് ആ സിസ്റ്റേഴ്സിന്റെ അടുത്തേക്ക് വരും. ലൂഫിയെ കാണുമ്പോൾ തന്നെ അവരൊട്ടും വൈകാതെ അവരുടെ പോയിസൺ അറ്റാക്ക് അതായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അവരോരോ തവണ അവന് നേർക്ക് പോയിസൺ ആഞ്ഞു തുപ്പുമ്പോഴും ലൂഫി ആണെങ്കിൽ ഐഡി ശബ്ദം ഉണ്ടാക്കി അവരെ വെട്ടിത്തിരിപ്പിച്ച് ദശ തിരിച്ച് ഓരോ ഭാഗത്തേക്ക് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ പോയിസൺ ആണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് പോയി വീണ് അവിടെയുള്ള മെറ്റൽസ് അത് ഉരുകാനായിട്ട് തുടങ്ങും. ആ പോയിസണിന്റെ സ്മെല്ലും മെറ്റലിന്റെ സ്മെല്ലും എല്ലാം കൂടെ ഇപ്പൊ ലൂഫിയെ കൊണ്ട് താങ്ങാനാവില്ല. അവൻ മൂക്കൊക്കെ അമർത്തി പൊത്തിപ്പിടിച്ച് വീണ്ടും അവർക്ക് നേരെ ഫൈറ്റ് ചെയ്യും. ആ ലേഡീസിനാണെങ്കിൽ ഫൈറ്റിന്റെ ആവേശം കൂടുന്തോറും അവരുടെ ഹാർട്ട് ബീറ്റും കൂടി വരും. മാത്രമല്ല ലൂഫിക്കിപ്പോ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കാണുമ്പോൾ അവരുടെ സന്തോഷം അത് ഇരട്ടിയാവുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഇവിടെ പതിയെ അവന് തല ചുറ്റാൻ തുടങ്ങും. അവൻ തലയിലൊക്കെ കൈവച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോഴായിരിക്കും ആ സ്നേക്ക് ലേഡീസ് അവർ പരസ്പരം നോക്കും. ആക്ച്വലി ഇതവരുടെ ടാറ്റിക്സ് ആണ്. അവരുടെ ഓപ്പണന്റ് ആരാണോ അവരെ പോയിസൺ ഉപയോഗിച്ച് അവരാദ്യം വീക്കാക്കും, അതിനുശേഷം വളരെ ഈസി ആയിട്ട് അവരെ കൊല്ലും. ഇപ്പോ നമ്മുടെ ലൂഫിയും അവരുടെ പോയിസന്റെ സ്മെല്ലില് പെട്ടുപോയിരിക്കുകയാണ്. ഉടനെ ആ സിസ്റ്റേഴ്സിൽ ഒരുത്തിയാണെങ്കിൽ അവളുടെ വാല് വെച്ച് ആഞ്ഞടിക്കും. മറ്റൊരുത്തി അവളുടെ കയ്യിലുള്ള വലിയ വെപ്പൻ അത് വെച്ച് ലൂഫിയെ അടിച്ച് താഴെയിടും. ആക്ച്വലി അവരുടെ പോയിസൺ അത് പതിയെ ആരെങ്കിലും സ്മെല് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബോധം നഷ്ടപ്പെട്ടു പോകും. ലൂഫിക്ക് സംഭവിച്ചത് അത് തന്നെയാണ്. ആ സിസ്റ്റേഴ്സ് 2 പേരും ചേർന്ന് അവനെ അറിഞ്ചം പൊറഞ്ചം അടിക്കും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ എപ്പോഴത്തേതും പോലെയല്ല. ഇത്തവണ അവനെ അടിക്കുമ്പോ അവൻ നല്ല രീതിയിൽ പെയിൻ എടുക്കുന്നുണ്ട്. ഉടനെ ലൂഫി അവൻ ചാടി വീണ് അവരുടെ ബോഡിയിൽ സ്ക്രാച്ചസ് വീഴ്ത്താൻ നോക്കും. പക്ഷേ അതിലൊരു സിസ്റ്റർ ഇപ്പൊ അവന്റെ വയറ്റില് ആഞ്ഞടിക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ ശ്വസിച്ചിരുന്ന ആ ഒരു പോയിസൺ സ്മോക്ക് അത് പുറത്തേക്ക് പോകും. പക്ഷെ ലൂഫി ആണെങ്കിൽ ഇപ്പൊ അങ്ങനെ പറന്ന് ആ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഉള്ള ആ ഒരു ഭാഗത്തേക്കായിരിക്കും പോവുക. അപ്പോഴായിരിക്കും ലൂഫിക്ക് ആ പോയിസൺ മുഴുവനായിട്ട് പോയി അവന്റെ സ്ട്രെങ്ത് അത് തിരികെ കിട്ടുക. പിന്നെ അവൻ മറ്റൊന്നും നോക്കില്ല, അവന്റെ പവർ ഉപയോഗിച്ച് കൈ അങ്ങനെ നീട്ടി മുകളിലേക്ക് എടുത്ത് ചാടി വരും. ലൂഫി മുകളിലേക്ക് ഫ്ലൈ ചെയ്ത് വരുന്ന കണ്ട ആ സിസ്റ്റേഴ്സ് അവർ വീണ്ടും നല്ല ഫോഴ്സിൽ പോയിസൺ പുറത്തേക്ക് ചീറ്റും. ഉടനെ നമ്മുടെ ചെക്കൻ അവനാണെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ എയർ അബ്സോർബ് ചെയ്തെടുത്ത് അത് ആ പോയിസൺ ഗ്യാസ് സ്പ്രെഡ് ആയിരിക്കുന്ന ഭാഗത്തേക്ക് ആഞ്ഞ് ഇജക്ട് ചെയ്യും. ആ ഒരു കാറ്റിന്റെ പവറിൽ ആ പോയിസണും ആ പോയിസൺ ഗ്യാസും അത് അവിടുന്ന് റിമൂവ് ആവുകയാണ്. ലൂഫിയുടെ ആ ഒരു എയർ അത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ബോഡിയിലൂടെ വീശി അടിക്കും. അവൻ സിമ്പിൾ ആയിട്ട് ഇപ്പൊ താഴേക്ക് വരും. അതിനുശേഷം ആ സിസ്റ്റേഴ്സിനോട് ചോദിക്കും, ഇപ്പൊ ഞാൻ റെഡിയാണ്, ഇനി നമുക്ക് ധൈര്യമായിട്ട് ഫൈറ്റ് ചെയ്തൂടെ. പക്ഷെ ആ സിസ്റ്റേഴ്സിനാണെങ്കിൽ വലിയ പേടിയൊന്നും കാണില്ല. ഉടനെ ലൂഫി അവൻ നല്ല ഫോഴ്സില് കൈ ചുരുട്ടി നിലത്തൊരൊറ്റ ഇട്ടി. ആ ഒരു ഇടിയില് അവർ 2 പേരും പേടിച്ചു പോവും. ലൂഫി പറയും, ഇതുവരെ നടന്നത് ഫൈറ്റ് അല്ല, ഇനി നടക്കാൻ പോകുന്നതാണ് റിയൽ ഫൈറ്റ്. അങ്ങനെ 2 ടീമും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ ഫേസ് ടു ഫേസ് അങ്ങനെ മുരച്ച് നിൽക്കും. ഉടനെ ആ സിസ്റ്റേഴ്സില് സോണിയ എന്ന് പേരുള്ള ആ ഒരു ലേഡി അവളാണെങ്കിൽ അവളുടെ ബോഡി മുഴുവൻ സ്നേക്കുകളെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അറഞ്ചം പൊറഞ്ചം ഇപ്പൊ ലൂഫിയെ ബൈറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ആ ബൈറ്റിൽ നിന്ന് എല്ലാം രക്ഷപ്പെട്ട് അവൻ സെക്കൻഡ് ഗിയറിലേക്ക് ചേഞ്ച് ആയി
ഇപ്പൊ ആ സ്നേക്ക് പെണ്ണ് അവൾ അങ്ങനെ തൂക്കിയെടുത്ത് കറക്കി ഒരൊറ്റ അടി. ആ ഒരു അടിയില് അവൾ ബൗൺസ് ചെയ്ത് കറങ്ങി അടിച്ചു വീഴും. അവൾക്കാണെങ്കിൽ ഇപ്പൊ എഴുന്നേക്കാൻ പറ്റില്ല. ഇവിടെ ലൂഫി അവൻ വമ്പം കലിപ്പില് അവർ രണ്ടുപേരെ റൗണ്ട് ചെയ്ത് ഓടിക്കൊണ്ടേയിരിക്കും. ഉടനെ അവളുടെ സിസ്റ്റർ അവൾ ഓടി വന്ന്, സോണിയ എന്തു പറ്റി, എഴുന്നേക്ക്, നമുക്ക് അവനെ തോൽപ്പിക്കണം. അവൾ എത്രയൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ടും അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും സോണിയക്കാണെങ്കിൽ എഴുന്നേക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ലൂഫി അവനിപ്പോ ആ രണ്ടാമത്തെ സിസ്റ്റർ അവളെ തകർക്കാൻ അങ്ങനെ കലി കയറി നിൽക്കും. ചുറ്റും ഉണ്ടായിരുന്ന ലേഡീസും ആ പ്രിൻസസും അവര് കണ്ണിമ വെട്ടാതെ അടുത്തായിട്ട് എന്താ നടക്കാൻ പോണേന്ന് നോക്കി നിൽക്കും. അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ നിമിഷ നേരം കൊണ്ട് ലൂഫി ചാട്ടി അടുത്ത് ബസൂക്ക പവർ ഉപയോഗിച്ച് ആഞ്ഞൊരിട്ടി. അടികിട്ടി അവളും ഇപ്പൊ താഴേക്ക് വീഴും. ലൂഫിക്കാണെങ്കിൽ അപ്പോഴും യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. ഉടനെ രണ്ട് ഗേൾസും തോണിലൊക്കെ കൈചാരി എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് നിൽക്കാണ്. പ്രിൻസസിനാണെങ്കിൽ കൺട്രോൾ പോവും. അവൾ ടെൻഷനായിട്ട്, നിങ്ങളെന്താ കളിക്കുകയാണോ, യു ഗായ്സ് ആർ അൺബിലീവബിൾ. അവൻ നമ്മുടെ ഐലാൻഡിലേക്ക് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ കടന്നുകൂടിയവനാണ്. ഒരു കാരണവശാലും അവനെ വെറുതെ വിടരുത്. അവനെ പിടിക്ക്, ഇടിക്ക്, കൊല്ല് എന്നൊക്കെ വീണ്ടും വീണ്ടും അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേൾക്കേണ്ട താമസം ആ സിസ്റ്റേഴ്സ്, ഓക്കെ പ്രിൻസസ്, ഞങ്ങൾ ഇപ്പൊ തന്നെ അവന്റെ കഥ കഴിക്കുന്നു പറഞ്ഞ് സോണിയ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവളുടെ തലയിൽ ഒരുപാട് പാമ്പുകളെ ക്രിയേറ്റ് ചെയ്യും. അതേസമയം അവളുടെ സിസ്റ്റർ ആണെങ്കിൽ ബോഡി മുഴുവൻ ഫയറാക്കി അങ്ങനെ കത്തി നിൽക്കുകയാണ്. അവര് രണ്ടുപേരും ഇപ്പൊ രണ്ടു ഭാഗത്തൂടെ കമ്പൈൻ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അത് കണ്ട് ലൂഫി, അപ്പോഴായിരിക്കും ലൂഫി അവൻ വീണ്ടും ഗം ഗം എന്ന് നിലവിളിച്ച് അവന്റെ പവർ എടുക്കുക. അത് കാണേണ്ട താമസം അവര് പേടിക്കും. ഉടനെ അവര് പരസ്പരം പറയും, നമ്മൾ ടെൻഷനായിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവരുടെ പവർ അതൊരുമിച്ച് ഫുൾ ഫോഴ്സിൽ ഇപ്പൊ ലൂഫിക്ക് നേരെ റിലീസ് ചെയ്യാണ്. അത് കണ്ട ലൂഫി അവനങ്ങനെ കറങ്ങി കറങ്ങി ആ പാമ്പുകളെയും ഫയറിനെയും എല്ലാം തന്നെ തകർത്ത് താഴേക്കിടും. രണ്ട് സിസ്റ്റേഴ്സിനും വേദന സഹിക്കാനാവില്ല. അവർ നിലവിളിച്ച് കരയും. പക്ഷെ ലൂഫി ആണെങ്കിൽ അപ്പോഴും അവന്റെ അറ്റാക്ക് നിർത്തില്ല. ആ ചുറ്റും ഉണ്ടായിരുന്ന ലേഡീസ് അവർ ശ്വാസം പോലും മുറുക്കെ പിടിച്ച് ആ ഫൈറ്റ് കാണുകയാണ്. ലൂഫി കറങ്ങി വന്ന് അവരെ വീണ്ടും ആഞ്ഞെട്ടിക്കും. ആ ഒരു അറ്റാക്കില് ഇപ്പൊ സോണിയയുടെ ബോഡിയിൽ മുഴുവൻ തീ പിടിക്കുകയാണ്. അവൾ ശക്തിയായിട്ട് കരഞ്ഞ് പുറകിലേക്ക് ഓടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്ക് ലൂഫി അവരുടെ രണ്ടുപേരുടെ വാലുകൾ തമ്മിൽ പരസ്പരം കെട്ടിയിടും. സോണിയക്കാണെങ്കിൽ ആ വേദന അത് സഹിക്കാനാവില്ല. അവളുടെ കൺട്രോൾ പോയി അവളിപ്പോ ആ ഗ്യാപ്പിലേക്ക് വീഴും. അത് കണ്ട് അവളുടെ സിസ്റ്റർ അവൾ നിലവിളിച്ച് പറയും, സോണിയ അവിടെ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് നിൽക്ക്, നീ താഴേക്ക് വീണ ആ ഷാർപ്പായ എഡ്ജ് അതിൽ കുത്തിക്കയറി നീ മരണപ്പെട്ടു പോവും. അത് കേട്ട് സോണിയ എങ്ങനെയൊക്കെയോ അതിന്റെ എഡ്ജിൽ പിടിച്ച് തൂങ്ങി താഴെ വീഴാതെ കിടക്കും. മറ്റൊരു ഭാഗത്ത് സോണിയുടെ മുതുകിലുള്ള ആ ഡ്രസ്സ് അത് തീ പിടിച്ച് ഓൾമോസ്റ്റ് കത്താൻ തുടങ്ങും. അവളുടെ മുതുകില് ആ ഒരു കണ്ണുണ്ട്. അത് മറ്റുള്ളവർ കണ്ട വലിയ അപകടമാണ്. പ്രിൻസസ് ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ലൂഫി ആണെങ്കിൽ ചാടി വന്ന് ഇപ്പൊ സോണിയയുടെ മുതുകില് അവിടെ അങ്ങനെ ഹഗ് ചെയ്ത് കിടക്കും. ആ ചുറ്റും ഉണ്ടായിരുന്ന ഗേൾസ് ഒക്കെ ഇപ്പൊ ലൂഫിയെ ചീത്ത വിളിക്കാൻ തുടങ്ങും. അവൻ സോണിയോട് പറയും, ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യല്ല, മറിച്ച് നിന്റെ മുതുകിലുള്ളത് അത് മറ്റാരും കാണാതിരിക്കാൻ ഞാൻ കവർ ചെയ്യാണ്. പക്ഷെ സോണിയാണെങ്കിൽ അത് വിശ്വസിക്കില്ല. അവളിപ്പോ അവളുടെ സിസ്റ്ററിനോട് ലൂഫിയെ കൊല്ലാൻ പറയും. പക്ഷെ അവളുടെ സിസ്റ്റർ മാരി ഗോൾഡിന് കാര്യം പിടികിട്ടും. അവള് ലൂഫിയെ അറ്റാക്ക് ചെയ്യാതെ മാറി നിൽക്കും. ലൂഫി ആണെങ്കിൽ സോണിയോട്, അനങ്ങാതെ കിടക്ക്, എനിക്ക് എങ്ങനെയെങ്കിലും നിരപരാധി ആയിട്ടുള്ള ഈ ലേഡീസിനെ അവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയും. അത് കേട്ട് ആ പ്രിൻസസ് ആണെങ്കിൽ അവള് ഷോക്കാവും. കാരണം അവരെല്ലാവരും ചേർന്ന് ലൂഫിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടും ലൂഫി ആണെങ്കിൽ അവരെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പ്രിൻസസ് ചാടി എഴുന്നേറ്റ് ഇപ്പൊ വിളിച്ചു പറയും, ഫൈറ്റ് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് എല്ലാവരും ഇവിടുന്ന് മാറിപ്പോണം. അത് കേൾക്കേണ്ട താമസം ആ ലേഡീസ് എല്ലാവരും ആ ഒരു സ്റ്റേഡിയം വിട്ട് പുറത്തേക്ക് ഉഷാറായിട്ട് ഓടുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ആ ഗ്രാൻഡ്മ അവരിപ്പോ ആ പ്രിൻസസിനെ നോക്കി പറയും, നിനക്കും നിന്റെ സിസ്റ്റേഴ്സിന്റെയും ബോഡിയിലുള്ള ആ ഒരു രഹസ്യം അത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം മുഴുവൻ അറിയും. അത് കേട്ട് നമ്മുടെ പ്രിൻസസ് അവള് പൊട്ടിക്കരയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.